സോറി, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കും ആണ്. അപ്പോൾ ഫസ്റ്റ് നാരങ്ങ പിഴിക്കിയിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇളക്കിയിട്ട് എന്താ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് റെഡിയാവും. ടേസ്റ്റ് ചെയ്താക്കാം. കുറച്ചും കൂടെ ഇളക്കാം. ഇത് മതി. നെക്സ്റ്റ് നമ്മൾക്ക് ഐസ് എടുക്കാം. അപ്പോൾ ഗൈസ്, ഐസ് 3-2 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഐസിൻ്റെ ട്രേ ഇതൊക്കെയായി വെക്കണേ. അതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് വെക്കാം. അപ്പോൾ ഗൈസ്, ഐസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കഴിച്ചോളാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇടാം. എന്തെങ്കിലും ഭയങ്കര മധുരമായിരിക്കണം. കുറേ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പം വെച്ച ഐസ് ശരിക്കും ആയില്ലെങ്കിൽ നമുക്ക് ആ 2-3 ഐസ് എടുക്കാം. നല്ല ചൂടാണ്ട് ഫാനൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഉപ്പിട്ടോ ഞാൻ ചോറ് കഴിച്ചില്ല. എനിക്കിത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കണം. ഇപ്പൊ തന്നെ വേർക്കുന്നു. ഞാൻ പവഴമള്ളി പിന്നെ ആ ട്രാൻസിഷനില്ലേ ഡാർക്ക് സൈഡിൻ്റെ അതും കഴിഞ്ഞ് വെറുതെ TV ഒക്കെ കണ്ടിരിക്കുക. അപ്പോഴാണ് യൂട്യൂബിൽ കണ്ട് എന്താ അവരൊക്കെ എന്താ ചൂടായിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കണം. അതുകൊണ്ട് എനിക്ക് അവരൊക്കെ ഐസ് ഇട്ട് വെക്കും. അപ്പോൾ ഞാൻ ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അതുകൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്താണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന വീഡിയോ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ ഉണ്ടാക്കാൻ. അതുമാത്രമല്ല, ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇനി ട്രാൻസിഷൻ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബിലോ. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വല്ല ട്രെൻഡ് പറ, അപ്പം ഞാൻ ചെയ്യാം. ഞാൻ ഐസ് റെഡിയാണോ നോക്കിയിട്ട് വരാം. ഐസ് റെഡി ആയിട്ടില്ല ഗൈസ്. മാത്രമല്ല എനിക്കൊരു ഡയറി മിൽക്ക് ഉണ്ട്. അപ്പം അതും നമുക്ക് തിന്നാം. തിളച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് നീന്തപ്പഴം എടുക്കാം. അതിൻ്റെ പ്ലേറ്റ് എടുത്ത് ഇതിൻ്റെ വെക്കാം. നാരങ്ങള വേണ്ട, കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈന്തപ്പഴം വെക്കാം.
ഒരിതുണ്ട്, ഈന്തപ്പഴം ഫ്രിഡ്ജിൽ അടിച്ച് വെച്ചിട്ട് എന്താ ന്യൂട്ടലയോ പീനട്ട് ബട്ടറോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ഇട്ട് കഴിക്കുമ്പോൾ സ്നിക്കേഴ്സിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ആ ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ പീനട്ട് ബട്ടർ തീർന്നു, ന്യൂട്ടല എക്സ്പയറി ആയി. മാത്രമല്ല ഉണ്ടാക്കണ വീഡിയോവും കമന്റ് ബിലോ. അപ്പോൾ ഗൈസ് ഇതെല്ലാം റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ഫുഡ് കഴിക്കാം. ബായ് അല്ല, എൻ്റെ കൂടെ വരൂ. ഇത് മൂടി വെക്കണം. മൂടി വെക്കാൻ ഇത് വരെ. ഓക്കെ, അതിന് കഴുകാം. എനിക്ക് വലിയ ചെളി ഉണ്ടാവില്ല. എന്നിട്ട് സ്പൂൺ മാറ്റാം. അപ്പോഴത്തേക്കും ഐസും റെഡിയാവും. അപ്പം നമ്മൾക്ക് കഴിക്കാം. അപ്പോൾ ഇന്ന് ചോറിന് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇഞ്ചി അച്ചാർ, പിന്നെ അവിയൽ, ഇന്നത്തെ മീൻ വറുത്തത്. ശരിക്കും മീൻ വറുത്തത് കഴിക്കില്ല, പക്ഷേ എന്നുവെച്ചാൽ മീൻ വറുത്തത് കഴിക്കും, പക്ഷെ കറി കഴിക്കില്ല. പാവം ജീവികൾ. പക്ഷെ മീൻ ചാറ് ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് ഐസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പോവാം. ഇപ്പോൾ വീണ് ഗൈസ് ചൂട് പിന്നെ ഈ പാത്രം കൂടെ കഴുകി വെച്ചിട്ട് വരാം. ഓക്കെ, കൊള്ളാം. ഞാൻ ഐസ് എടുത്തോണ്ട് വരാവേ. ശരിക്കും ആയില്ല, അതുകൊണ്ട് 3 എടുത്ത് ഞാൻ വേറെ ട്രയൽ ഐസ് ഉണ്ടോ നോക്കിട്ട് വരാം. കളിച്ചു എപ്പോഴും വീഴ്ചയുള്ള ഇനി ഐസ് ഇല്ല. അപ്പോൾ ഞാൻ ഇത് ഇനി 10 രൂപയാണ്.
നന്നായി ഇളക്കാം. ഐസും കൂടെ ഉള്ളതുകൊണ്ട് നന്നായി ഇളക്കാം. അപ്പോൾ ആദ്യം ഡയറി മിൽക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈസി ആയിരിക്കും. സിസേഴ്സും വെച്ചത് നമ്മൾ എടുക്കുന്ന രീതി പോലെ അപ്പം അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വെറുതെ ഇങ്ങനെ പുള്ളിയായിട്ട് ഇങ്ങനെ അപ്പോൾ ഗൈസ് ഇനി നമ്മൾക്ക് ഇത് കപ്പിലിട്ടിട്ട് ആ ഡയറി മിൽക്കും കൂടി ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ. അപ്പോൾ ഗൈസ് കപ്പിൽ ഒഴിക്കാം നമുക്ക്. നല്ല ടേസ്റ്റ്. നമുക്ക് ഇതെടുത്തിട്ട് കപ്പിൽ ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി എൻ്റെ അമ്മയ്ക്ക് വെക്കാം. ബാക്കി മൂടി വെക്കാം. അപ്പം ഈ പാത്രം വെച്ച് മൂടാം. വേണ്ട, ഇതും വെച്ച് മൂടാൻ പറ്റുമോ? ഓക്കെ, നെക്സ്റ്റ് നമ്മളെല്ലാം റെഡിയാക്കും. അപ്പോൾ ഗൈസ് നമ്മളുടെ നാരങ്ങയിലും ഡയറി മിൽക്കും എല്ലാം റെഡി ആയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കഴിക്കാം. അപ്പോൾ ഇതേ വെറുതെ പാട്ട് വെച്ചിട്ടുണ്ട്. പവഴമലയാണ്, പക്ഷേ പരസ്യം വന്നിട്ടാണ്. അതുകൊണ്ട് ഇനി അടുത്ത ട്രെൻഡ് എന്ത് ചെയ്യണം? കമൻറ്റ് ബിലോ. ബൈ.